നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. നമ്മുടെ കരളിൻ്റെ ആരോഗ്യം നശിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന്, നമ്മൾ അമിതമായിട്ട് കഴിക്കുന്ന ജങ്ക് ഫുഡാണ്. രണ്ടാമതായിട്ട് പറയുന്നത് ഈ ജങ്ക് ഫുഡിനകത്ത് തന്നെ കൂടുതലായിട്ടും ഷുഗറി ആയിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ ഷുഗറി ബീവറേജസുകൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് നമ്മുടെ വീട്ടിലിരിക്കുന്ന വ്യക്തികൾക്കും ഈ ഒരു ഫാറ്റി ലിവർ അല്ലെങ്കിൽ ലിവർ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട്. അതിനുള്ളൊരു പ്രധാനപ്പെട്ട റീസൺ അവർ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നില്ല, പക്ഷെ അവർ കൂടുതലായിട്ടും അരിയാഹാരം കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചസാര കൂടുതലായിട്ടിട്ട് ചായ കുടിക്കുന്ന ശീലമുള്ള വ്യക്തികൾ, ഇവരിലെല്ലാം തന്നെ നമ്മൾ ഫാറ്റി ലിവറിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് മദ്യം കൂടുതലായിട്ട് എടുക്കുന്ന വ്യക്തികളിലൊക്കെ തന്നെ നമ്മൾ ഫാറ്റി ലിവർ ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട്. അപ്പം മദ്യം കുടിക്കാത്ത വ്യക്തികളിലും ഇന്ന് നമ്മൾ ഫാറ്റി ലിവർ കാണിക്കുന്നത് ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് പ്രിസർവേറ്റീവ്സ്, കെമിക്കൽസ്, അജിനോമോട്ടോ ഒക്കെ ഉള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും കഴിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ ലിവറിൻ്റെ ഒരു ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിക്കേണ്ട പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസുകൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് നിങ്ങൾ കഴിക്കേണ്ടത്? ആദ്യം തന്നെ നിങ്ങളുടെ ലിവർ ഏത് ഒരു ലെവലിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഫാറ്റി ലിവറൊക്കെ ആണെങ്കിൽ അതിൻ്റെ സ്റ്റേജ് മനസ്സിലാക്കുക. അപ്പോൾ ഫാറ്റി ലിവർ 1-2 ഗ്രേഡിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഭക്ഷണ രീതിയിൽ തന്നെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുത്തുക, അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളിലൂടെ തന്നെ നമുക്ക് ലിവർ ഹെൽത്ത് പെട്ടെന്ന് തന്നെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും തന്നെ മടിയാണ് ഇപ്പോഴത്തെ കാലങ്ങളിൽ ഒന്ന് എക്സസൈസ് ചെയ്യാൻ അല്ലെങ്കിൽ നടക്കാനൊക്കെ തന്നെ. നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് അത്യാവശ്യം തടി കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അല്ലെങ്കിൽ ആ വ്യക്തികളിൽ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഗ്രേഡ് 1 ഫാറ്റി ലിവർ എങ്കിലും കാണിക്കും. അപ്പോൾ ഒരു ഗ്രേഡ് 1 ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഒരു 55 വയസ്സ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു 60 വയസ്സ് കഴിഞ്ഞതിന് ശേഷം അത് ഓക്കെ ആണ്. അതെല്ലാവരിലും തന്നെ വരുന്നൊരു പ്രശ്നമാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, വളരെയധികം പേടിക്കുകയോ അല്ലെങ്കിൽ അതിന് മെഡിസിൻസ് കഴിക്കുകയൊന്നും വേണ്ട. അത് നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്ത് പോയാൽ മതി. അത് കൂടാതിരിക്കുക. നിങ്ങളുടെ വയറ് കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് ഫാറ്റി ലിവർ ചേഞ്ചസും വരാം. അപ്പം എല്ലാവരിലും വയറ് കൂടണമെന്നില്ല. അപ്പം നിങ്ങൾ എന്താണെങ്കിലും ടെസ്റ്റുകൾ ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് USG അബ്ഡമൻ എടുക്കാം, വയറിൻ്റെ സ്കാനിങ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് LFT പോലെ ലിവർ ഫങ്ഷൻ ടെസ്റ്റിലൂടെ തന്നെ നമുക്ക് ലിവർ എൻസൈംസ്, SGOT, SGPT എൻസൈംസിൽ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാം. അപ്പം ലിവറിൻ്റെ ബുദ്ധിമുട്ടുകൾ വരുന്നത് അല്ലെങ്കിൽ ജോണ്ടിസ് ഉള്ള വ്യക്തികൾ അല്ലെങ്കിൽ മദ്യം എപ്പോഴും സ്ഥിരമായിട്ട് കുടിക്കുന്ന ആളുകളിൽ മാത്രമല്ല ലിവർ കംപ്ലയിൻറ്റ്സ് വരുന്നത്. ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോയി ഡൈജസ്റ്റായി കൊഴുപ്പായിട്ടും നമ്മുടെ ലിവറിന് ചുറ്റും അടിഞ്ഞുകൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അധികം ആളുകളും കുറച്ച് കൂടുതൽ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും നമുക്ക് വയറ് ചാടുന്നൊരു ബുദ്ധിമുട്ടാണ് കാണിക്കുക. അപ്പോൾ ഇങ്ങനെ വയറ് ചാടി പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഫാറ്റി ലിവർ വരും. ഫാറ്റി ലിവർ നമ്മൾ കൺട്രോൾഡിലല്ലെങ്കിൽ അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ലിവർ സിറോസിസ് വരെ നിങ്ങൾക്കറിയാം, ആ ഒരു സ്റ്റേജിലോട്ട് വരെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് മദ്യത്തിന് കുറ്റം പറയായിരുന്നു. പക്ഷേ ഇപ്പം എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണവും വലിയൊരു ഉത്തരവാദിയാണ് ഇങ്ങനെ ഫാറ്റി ലിവർ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ കഴിക്കേണ്ട പ്രധാന ഐറ്റംസ്, ഇത് കുറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യണം, അരിയാഹാരത്തിൻ്റെ അളവ് കുറയ്ക്കണം, പഞ്ചസാര കുറയ്ക്കണം. പിന്നെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് ഗ്രീൻ ടീ. നമ്മൾ എല്ലാ ദിവസവും 1-2 ഗ്ലാസ് ഗ്രീൻ ടീ എടുക്കുക. പലരും ഗ്രീൻ ടീ എടുക്കുന്ന സമയത്ത് പഞ്ചസാര ആഡ് ചെയ്യാറുണ്ട്. അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ആ ഒരു കയ്പോട് കൂടി തന്നെ ഗ്രീൻ ടീ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് നമുക്ക് വെളുത്തുള്ളി അത്യാവശ്യം സൾഫർ ഉള്ളതാണ്. ഈ സൾഫർ കണ്ടന്റ് നമ്മുടെ ലിവറിന് ചുറ്റുള്ള കൊഴുപ്പൊക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ വെളുത്തുള്ളി ഇട്ടിട്ട് ചായയിൽ ചതച്ചിടുകയോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ വെളുത്തുള്ളി നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒമേഗ 3 നീർക്കെട്ടും കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒമേഗ 3 നിങ്ങളുടെ ഭക്ഷണത്തിനകത്ത് കൂടുതലായിട്ടും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കിഴാർനെല്ലി നമ്മുടെ ലിവറിന് നല്ലതാണ്, പക്ഷെ അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ മാത്രം യൂസ് ചെയ്യുക. ഡോക്ടറിൻ്റെ നിർദ്ദേശം എപ്പോഴും നിങ്ങൾ എടുക്കുക. ഒരു ഡോക്ടറുടെ നിർദ്ദേശമൊന്നും ഇല്ലാതെ വെറുതെ അതിൻ്റെ നീരെടുത്ത് കുടിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും അത് ഹെൽത്തി ആയിട്ടുള്ള രൂപമല്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഈ സൾഫർ കണ്ടൻ്റ് ഉള്ള കൂടുതൽ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ. കോളിഫ്ലവർ, ക്യാബേജിലൊക്കെ തന്നെ സൾഫർ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പം അത് റിച്ച് ആയിട്ടുള്ള വെജീസൊക്കെ നമ്മുടെ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലും ഒരു കൃത്യമായിട്ടുള്ള എക്സസൈസ് ഇല്ലാതെ ആ കൊഴുപ്പും കാര്യങ്ങളൊന്നും പെട്ടെന്ന് കുറയില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും 45 മിനിറ്റാണ് മിനിമം പറയുന്നത്. 45 മിനിറ്റ് മുതൽ
1 മണിക്കൂർ വ്യായാമം കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ലിവറിന് ചുറ്റുള്ള കൊഴുപ്പും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കുറച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് കോഫി. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ സ്റ്റഡീസ് പറയുന്നത് നമ്മൾ പഞ്ചസാര ഇടാതെ പാലൊഴിക്കാതെ ഒരു ബ്ലാക്ക് കോഫി നിങ്ങൾ 2 നേരം എടുക്കുന്നുണ്ടെങ്കിലും അതും ഈ ലിവറിന് ചുറ്റുള്ള കൊഴുപ്പ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിനകത്തുള്ള കഫീനും കാര്യങ്ങളൊക്കെ തന്നെ ഡയറക്റ്റ് പോയിട്ട് കൊഴുപ്പിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതും നമുക്ക് ഡെയിലി ലൈഫിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്യുക. പുറത്തുനിന്നുള്ള ഈ ഷുഗറി ആയിട്ടുള്ള കോള, പെപ്സികൾ ഒക്കെ ഒഴിവാക്കുക. എല്ലാവരും ഇപ്പോൾ ഒരു ബിരിയാണിയോ മന്തിയോ കഴിച്ച് കഴിഞ്ഞാൽ അവർക്കൊരു കോളയും പെപ്സിയും നിർബന്ധമാണ്. അപ്പം അത്തരം ശീലങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഒഴിവാക്കുക. ഈ കുറേ ആഡഡ് ഷുഗേഴ്സ് വരുന്ന ബേക്കറി ഐറ്റംസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെങ്കിൽ കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.